ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല എന്തുപറ്റി? അല്ല ഒന്നുമില്ല. ഇന്നാണല്ലോ സ്വാമി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞത്. അവരുടെ കാര്യമായതുകൊണ്ട് സമയമൊക്കെ ഷാർപ്പായിരിക്കും. ഈ വിളിച്ചു പറഞ്ഞ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. താൻ ഇങ്ങോട്ട് വന്നേ, വാ. വരാൻ എന്താ ഹരി? ഇരിക്കെ. എന്താ? കഴിക്ക്. ഇത് കൊള്ളാലോ. ആ, ഇതാണ് ക്വയ്ക്കർ ഓട്സിന്റെ മാജിക്. ക്വിക്കർ ഓട്സോ? ദോശയിലോ? ആ ആ ശരിക്കും? ആ, ക്വിക്കർ ഓട്സേ ആരോഗ്യത്തിന് വളരെ നല്ലതാ. പ്രോട്ടീനിനാലും ഫൈബറിനാലും സമ്പുഷ്ടമാണ് നമ്മുടെ ക്വയ്ക്കർ ഓട്സ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാ. ശരി, ഞാനത് ഔദ്യോഗികമായി അംഗീകരിച്ചു. അടുത്ത പരീക്ഷണം എന്താണാവോ? ആ, എന്റെ ഓട്സും കേരള ഇന്നോവേഷൻസും വന്നോട്ടെ. അപ്പൊ നിങ്ങളൊന്ന് ഞെട്ടും. കഴിക്ക്. എടോ, താൻ വിശന്ന് കിടക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലടോ. സോറി കേട്ടോ. അതൊക്കെ ഇത്രയേ ഉള്ളൂ, ഒരു സോറി. ചുമ്മാ ഒരു തോളിത്തട്ടൽ. പ്രശ്നങ്ങളൊക്കെ ആ വഴിക്കങ്ങ് പൊക്കോളും. ഞാനിപ്പോ ഹാപ്പിയാ. ഈ സാരി തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞാൻ മുടിയിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട്? അത് പിന്നെ പറയാനുണ്ടോ, എപ്പോഴത്തേം പോലെ ഓക്കെ അല്ലേ? ഈ പൊട്ടു കൊള്ളാവോ? കൊള്ളാം. ഈ വളയോ? ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഓരോന്നോരോന്നിന് എടുത്ത് ചോദിക്കുന്നേ? എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. എങ്കി പറ, സത്യത്തിലേ ഈ സാരിയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് കരുതിക്കുട്ടിയല്ലേ? കരുതിക്കുട്ടിയോ? അതെ. ഇന്നലത്തെ പിണക്കെന്തെങ്കിലും എന്റെ മനസ്സിൽ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിട്ടല്ലേ? പൊതുവെ ഭർത്താക്കന്മാരുടെ ഒരു സൂത്രം ഇത്. ഇന്ന് സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാ, ഉടുത്ത സാരിയെ കുറിച്ച് പറയാ. ഇതത് തന്നെയല്ലേ എന്റെ മോനെ? അല്ല എന്ന് പറഞ്ഞ താൻ സമ്മതിക്കോ? അതെ, എനിക്ക് ഇടയ്ക്കൊക്കെ ചില കുറുമ്പൊക്കെ തോന്നും. അതിന്റെ സമയം കഴിയുമ്പോ അതൊക്കെ മാറുകയും ചെയ്യും. അതിനുവേണ്ടി മോൻ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ. ഇറങ്ങി നോക്ക്. രാവിലെ തന്നെ നന്നായിട്ടൊന്ന് ചമ്മി. അതെ, ഇറങ്ങുന്നില്ലേ? ഓ, അപ്പൊ വാ. എടാ, നിങ്ങൾ ഇറങ്ങിയോ? അല്ല, ഈ ഫിനാൻസുകാര് എപ്പോഴാ ഒപ്പിടാൻ വരും പറഞ്ഞേക്കുന്നേ? ഞങ്ങള് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും വരുമായിരിക്കും. മോളൻ, അമ്മയും വരുന്നുണ്ടോ അമ്പലത്തില്? ഇല്ല, ഞാൻ ജ്യോതിയുടെ വീട്ടിലേക്കൊന്ന് പോവാ. എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, എനിക്ക് രാവിലെ തന്നെ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി.
നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാനൊന്ന് പോയിട്ട് വരാം. അല്ല സുജാതെ, ആ കമ്പനിക്കാരൊക്കെ വരുമ്പോഴേ നമ്മളൊക്കെ ഒപ്പിടാനുള്ളതാ അവരുടെ പേപ്പറിൽ. അല്ല വൈകത്തില്ലല്ലോ. ഇല്ല, ഞാൻ പെട്ടെന്ന് വരാം രാമകൃഷ്ണേട്ടാ. ഓ ആന്റി, ജ്യോതിയുടെ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമല്ലേ ഹരി. പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. ആ. എന്നാ ആന്റി വാ, ഞങ്ങൾ ആദ്യം ആന്റി ജ്യോതിയുടെ വീട്ടിലേക്ക് വിടാം. എന്നിട്ട് അതുവഴി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാം. ആ, വേണ്ട വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്നെ അമ്പലത്തിനടുത്തുള്ള ആ ബസ് സ്റ്റോപ്പിൽ വിട്ടാ മതി. ഞാൻ അവിടുന്ന് പൊയ്ക്കോളാം. വേണ്ടമ്മേ, ഞങ്ങള് വരാന്ന് പറഞ്ഞില്ലേ? ഒരു നല്ല കാര്യത്തിന് പോവാൻ നിൽക്കല്ലേ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് വന്നാ മതി. അല്ല ഹരി, ഈ വരുന്നവര് എത്ര പേരുണ്ടാവും? അതറിയില്ല. അല്ല ഈ മറ്റേ കഴിക്കാനോ മറ്റോ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാ നമുക്ക് ഇറങ്ങാം ആന്റി. ആ, ഇറങ്ങാം. അല്ല പിന്നെ ഈ ആസാമി, അല്ല ഈ സാമി എന്ന് പറഞ്ഞ ആളെ എനിക്ക് കണ്ട അറിഞ്ഞൂടല്ലോ നേരിട്ടെ. ഇനി വേറെ വല്ല കോലത്തിൽ വന്ന് കേറുവോ? പിന്നെ ഇത്രയും വലിയ കമ്പനിയുടെ ഫിനാൻസ് ഓഫീസേഴ്സ് ഒക്കെ പിച്ചക്കാരുടെ വേഷത്തിൽ വരികയല്ലേ? പിച്ചക്കാരനാ? അല്ല, ഇനി ഇപ്പൊ ആരെങ്കിലും അങ്ങനെ വന്നാൽ തന്നെ ഇങ്ങോട്ട് കയറ്റണ്ട. തീർന്നില്ലേ? ഓ എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. ഓ വാ ആന്റി. ആ ശരി എന്നാ. ആ ഹാ, ചായയും ചൂടാറി. എടോ, താൻ എന്ത് വഴിപാടാ നിറഞ്ഞിരിക്കുന്നത്? അതൊരു വിളക്കെടുക്കൽ ചടങ്ങാ, ഐശ്വര്യത്തിന് വേണ്ടി. അല്ല, ഒരുപാട് നേരം എടുക്കുന്ന ചടങ്ങാണോ? ഒന്നുമില്ല, ശ്രീകോവിലിൽ നിന്നൊരു വിളക്ക് കത്തിച്ച് തിരുമേനി കയ്യിൽ തരും. അതുമായി ക്ഷേത്രം ഒന്ന് വലം വെക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് നടയിൽ ഏൽപ്പിക്കണം. അത്ര തന്നെ. ഓ ഓ, അത്രേ ഉള്ളല്ലേ? അല്ല, എന്തുപറ്റി? അല്ല, ഒന്നുമില്ല. ഇന്നാണല്ലോ സ്വാമി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞത്. അവരുടെ കാര്യമായതുകൊണ്ട് സമയമൊക്കെ ഷാർപ്പായിരിക്കും. ഈ വിളിച്ചു പറഞ്ഞ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ.